ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും മടാ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഭാരതരത്നയാണ്. ഓൾറെഡി രണ്ട് പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 49ാമത്തെ വ്യക്തി കർപ്പൂരി ഠാക്കൂർ, അതുപോലെ തന്നെ 50ാമത്തെ വ്യക്തി LK അദ്വാനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേർക്ക് കൂടി ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 പേരുകൾ കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. നമുക്ക് എന്തായാലും ആദ്യം മുതൽ നോക്കാം. സാധാരണയായി ഒരു വർഷത്തിൽ 3 ഭാരതരത്ന അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ പതിവിന് വിപരീതമായി ഈ വർഷം 5 പേരെയാണ് ഭാരതരത്നയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5 പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൻനായക് കർപ്പൂരി ഠാക്കൂർ ഭാരതരത്ന നേടിയ 49ാമത്തെ വ്യക്തി അല്ലെ. കർപ്പൂരി ഠാക്കൂർ ഭാരതരത്ന നേടിയ 49ാമത്തെ വ്യക്തി. അതുപോലെ തന്നെ LK അദ്വാനി ആണെങ്കിൽ 50ാമത്തെ വ്യക്തിയാണ്. LK അദ്വാനിയാണ് 50ാമത്തെ വ്യക്തി. കൂട്ടത്തിൽ ഒരു 3 പേര് കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇത് രണ്ട് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. 3 പേർക്ക് കൂടിയാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ കൂടി നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ്. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് എന്നിവർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക MS സ്വാമിനാഥൻ. ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ എന്നുള്ളത് ഓർത്തിരിക്കുക. MS സ്വാമിനാഥനും ഭാരതരത്ന പുരസ്കാരം നൽകും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായിരുന്ന MS സ്വാമിനാഥൻ, ഇവർക്കും ഭാരതരത്ന പുരസ്കാരം നൽകും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ്? 49ാമത്തെ വ്യക്തി കർപ്പൂരി ഠാക്കൂർ ആണ്. 50ാമത്തെ വ്യക്തി LK അദ്വാനി. 3 പേരുകൾ കൂടി ഓർത്തിരിക്കുക. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സെൻസസ് ദിനം എന്നാണ്? എന്നാണ് ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഏത് ഡേറ്റ് ആണ് ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഫെബ്രുവരി 9 ആണ് കേട്ടോ. ഫെബ്രുവരി 9. ഫെബ്രുവരി 9 എന്നുള്ളത് ഓർത്തിരിക്കുക. ഫെബ്രുവരി 9 ആണ് ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക വയനാടാണ് കേട്ടോ. വയനാട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഏതൊക്കെ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന, പിന്നെ അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന, അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് വരുന്നത്? സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. ഏതാണ്? മാനാഞ്ചിറ. മാനാഞ്ചിറ എവിടെയാണ്? എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കോഴിക്കോട് അല്ലെ. മാനാഞ്ചിറ എവിടെയാണ്? കോഴിക്കോട്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇതിൽ പറയുന്നത് 24 മണിക്കൂറും വൈഫൈ ലഭ്യമായിരിക്കും. മാനാഞ്ചിറ സ്ക്വയർ, ലൈബ്രറി, മിഠായി തെരുവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വൈഫൈ ലഭിക്കുക. ഒരാൾക്ക് ഒരു ദിവസം 1 GB വരെ ഉപയോഗിക്കാം. മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ് എന്നിവയിലെല്ലാം ഇത് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്? ഏതാണ്? മാനാഞ്ചിറ, കോഴിക്കോട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണെന്ന് അറിയോ? ഏതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏതാണ്? ആൻസർ അറിഞ്ഞിരിക്കുക. പാപനാശം ബീച്ചാണ് കേട്ടോ. ഏതാണ്? പാപനാശം എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ബീച്ചാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാപനാശം ബീച്ചാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ പാപനാശം ബീച്ച് ഇടം പിടിച്ചത്. ഗോവയിലെ പലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ കടൽ തീരങ്ങൾ. ഏതൊക്കെയാണ്? ഗോവയിലെ പലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ കടൽ തീരങ്ങൾ. പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽ തീരം ദക്ഷിണ കാശി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. അതുകൂടെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽ തീരം
ദക്ഷിണ കാശി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽ തീരം ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 ഫെബ്രുവരിയിൽ 135 വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 ഫെബ്രുവരിയിൽ 135 വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? ആൻസർ എന്താണ്? ഉത്തരം അറിയോ? ഏതാണ്? കോന്നിയാണ് കേട്ടോ. കോന്നി റിസർവ് വനം എന്നുള്ളത് ഓർത്തിരിക്കുക. 2024 ഫെബ്രുവരിയിൽ 135 വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനമാണ് കോന്നി റിസർവ് വനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 1958 തെന്മല, റാന്നി ഡിവിഷനുകളിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കോന്നി വനം ഡിവിഷൻ രൂപീകരിക്കപ്പെടുന്നത്. 1887 തിരുവിതാംകൂർ വന നിയമം നടപ്പിലാക്കി. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ കോന്നി റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? 1888. 1888 ഒക്ടോബർ 9 ഓർത്തിരിക്കുക കേട്ടോ. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ്? 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ്? ആൻസർ ഏതാണെന്നറിയോ? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മൈക്രോസോഫ്റ്റ് ആണ് 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ 20 ലക്ഷം പേരെ AI വിദഗ്ധരാകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ സംരംഭം മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചു. ഭാവിയിലെ തൊഴിൽ ശക്തിയെ ശാക്തീകരിക്കുന്നതിനുള്ള മൈക്രോസോഫ്റ്റിന്റെ പ്രതിബദ്ധതയാണ് ഈ ഒരു സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നദല്ല മൈക്രോസോഫ്റ്റിന്റെ CEO ആയിട്ട് 10 വർഷം പൂർത്തിയാക്കി എന്ന പ്രത്യേകതയും ഈ വർഷം ഫെബ്രുവരി 6 എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് ആരാണ്? 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക. N വാസുദേവൻ ആണ്. ആരാണ്? N വാസുദേവൻ. 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് ആരാണ്? N വാസുദേവൻ ആണ്. മഹാരാഷ്ട്രയിലെ വനം വകുപ്പ് മുൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ N വാസുദേവനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അഡ്മിനിസ്ട്രേറ്റീവ് അംഗമായി നിയമിച്ച വിജ്ഞാപനം ഇറക്കി. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. 4 വർഷത്തേക്കാണ് നിയമനം എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആരാണ്? N വാസുദേവൻ. 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് N വാസുദേവൻ. പേരോർത്തിരിക്കുക, N വാസുദേവൻ. 4 വർഷത്തേക്കാണ് നിയമനം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ആരെല്ലാമാണ്? സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന അണ്ടർ 19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഇരു ടീമിനെയും ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചു. കളി നിശ്ചിത സമയത്ത് 1-1 സമനിലയിലായിരുന്നു. അധിക സമയത്തും തുല്യത പാലിച്ചതോടെ കളി പെനാൽറ്റിയിലേക്ക് നീങ്ങി. ടൈ ബ്രേക്കറിലും സമനില തന്നെയായിരുന്നു. തുടർന്ന് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വിക്ക് റിവിഷനിലേക്ക് കടക്കാം. അപ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓർമ്മയിൽ വരാത്തതുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ സെൻസസ് ദിനം എന്താണ് ആൻസർ? ഫെബ്രുവരി 9 ആണ് അല്ലെ? ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി 9. അടുത്തത്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പാപനാശം ബീച്ചാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്. 2024 ഫെബ്രുവരിയിൽ 135 വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോന്നി റിസർവ് വനമാണ്. 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൈക്രോസോഫ്റ്റ് അല്ലെ? മൈക്രോസോഫ്റ്റ് ആണ്.
ഇനി 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് ആരാണ്? എൻ വാസുദേവനാണ്. സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാടാണ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ അഡാപ്റ്റ് ഫോഴ്സ് മലയാളത്തിൽ LDC ഉദ്യോഗ 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ ലൈവ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ്, റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാം. കാര്യം ടീച്ചേഴ്സ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് Y670 എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രീ PSC ബുള്ളറ്റിന്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ജൂണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഉടനെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം അതുകൂടെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ അതിൽ ബുള്ളറ്റിൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഒരു എക്സ്റ്റേണൽ പോയിന്റും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിൽ പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. എക്സ്ട്രാ ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിസ് ആവരുതെന്ന് കരുതി മാത്രമാണ് കേട്ടോ നമ്മൾ ബുള്ളറ്റിന് കൂടെ നോക്കി പോകുന്നത്. അപ്പോൾ അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്